നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ശൈത്യകാലം ആരംഭിക്കാനിരിക്കെ മരുഭൂപ്രദേശങ്ങളിൽ രാത്രികാല ക്യാമ്പിംഗ് നടത്തുന്നവർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് UAE. നിയമലംഘകർക്ക് കനത്ത പിഴയും തടവ് ശിക്ഷയും ലഭിക്കുമെന്നും അധികൃതർ. ദുബായിലെ റോഡുകളിൽ അതിവേഗ ലൈനുകളിൽ ഡെലിവറി ബൈക്കുകൾ നിരോധിക്കുന്നു. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. നിയമം പ്രാബല്യത്തിൽ വരിക നവംബർ 1 മുതൽ. സംസ്ഥാനത്ത് ഇന്ന് 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇടുക്കിയിൽ മഴക്കെടുതി രൂക്ഷം. ജലവിനോദങ്ങൾ നിരോധിച്ചു. മുല്ലപ്പെരിയാറിൽ നിന്ന് കൂടുതൽ ജലം തുറന്നുവിട്ടതോടെ നിരവധി വീടുകളിൽ വെള്ളം കയറി. പെരിയാർ തീരത്ത് ജാഗ്രത. PM ശ്രീ പദ്ധതിയുമായി സംസ്ഥാനം മുന്നോട്ട്. പദ്ധതിയിൽ ഒപ്പിടാൻ കേന്ദ്രത്തെ സമ്മതം അറിയിച്ചു. തീരുമാനം CPIയുടെ എതിർപ്പിനെ മറികടന്ന്. ഫണ്ട് വാങ്ങിയാലും കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ് ഫണ്ട് എങ്ങനെ വെട്ടിക്കുറയ്ക്കാമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അപകടത്തിൽ ചെന്നപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നിലപാടിൽ മാറ്റമില്ലെന്നും ചർച്ചയ്ക്ക് വരുമ്പോൾ അഭിപ്രായം പറയുമെന്നും മന്ത്രി K. രാജൻ. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതായിട്ടും ഞങ്ങൾക്ക് അറിവില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് മുമ്പിലില്ല. പദ്ധതിയിൽ ചേരാതിരുന്നാൽ കേരളത്തിന് നഷ്ടമാകുന്നത് 300 സ്കൂളുകൾക്ക് കിട്ടുന്ന 1500 കോടി രൂപയുടെ കേന്ദ്ര ധനസഹായം. സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് രേഖകൾ പിടിച്ചെടുത്ത SIT. വട്ടിപ്പലിശയുടെ ആധാരങ്ങൾ പിടിച്ചെടുത്തു. ശബരിമല ശ്രീകോവിലിന്റെ പുതിയ വാതിലുകൾ ബംഗളൂരുവിൽ പ്രദർശിപ്പിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. പ്രതിഷേധം ശക്തമാക്കാൻ BJP. 24-25 തീയതികളിൽ സെക്രട്ടേറിയറ്റ് വളഞ്ഞ് രാപ്പകൽ സമരം. അനുനയ നീക്കങ്ങൾക്ക് വഴങ്ങാതെ G. സുധാകരൻ. കുട്ടനാട്ടിലെ പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തില്ല. പരിപാടി അവർ നടത്തിക്കോളുമെന്നും തന്റെ ആവശ്യമില്ലല്ലോ എന്നും സുധാകരൻ. വേദിയിൽ സുധാകരനെതിരെ ഒളിയമ്പുമായി CPM ജനറൽ സെക്രട്ടറി MA ബേബി. വിശദമായി നോക്കാം. UAEയിൽ ശൈത്യകാലം ആരംഭിക്കാനിരിക്കെ മരുഭൂപ്രദേശങ്ങളിൽ രാത്രികാല ക്യാമ്പിംഗ് നടത്തുന്നവർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. നിയമലംഘകർക്ക് കനത്ത പിഴയും തടവ് ശിക്ഷയും ലഭ്യമാകുമെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു. കനത്ത ചൂടുകാലം അവസാനിക്കുകയാണ് UAEയിൽ. രാജ്യം സുഖകരമായ കാലാവസ്ഥയിലേക്ക് കടക്കുന്നു. രാജ്യമെമ്പാടും വിവിധ സ്ഥലങ്ങളിലുള്ള മരുഭൂപ്രദേശങ്ങളിൽ രാത്രികാല ക്യാമ്പിങ്ങിനായി ധാരാളം പേരാണ് എത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് പ്രകൃതിക്കും പൊതുജനങ്ങൾക്കും ശല്യമാവാത്ത രീതിയിൽ വേണം ക്യാമ്പിംഗ് എന്ന നിർദ്ദേശം അധികൃതർ പുറപ്പെടുവിച്ചത്. ഫെഡറൽ നിയമപ്രകാരം നിശ്ചയിച്ചിട്ടുള്ള ഇടങ്ങൾക്ക് പുറത്ത് മാലിന്യങ്ങൾ കൂട്ടിയിടുന്നതും കത്തിക്കുന്നതും കനത്ത പിഴ ഒടുക്കേണ്ടി വരുന്ന കുറ്റകൃത്യമാണ്. വ്യക്തികൾ 30,000 ദിർഹം വരെയും സ്ഥാപനങ്ങൾ 10 ലക്ഷം ദിർഹം വരെയും നിയമലംഘനത്തിന് പിഴയടക്കേണ്ടി വരും. പ്രകൃതിക്കും വന്യജീവികൾക്കും നാശം വരുത്തുന്ന പ്രവർത്തികൾക്കും കനത്ത പിഴയും ജയിൽ ശിക്ഷയും അനുഭവിക്കേണ്ടി വരും. ഫസ്റ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ജീവിവർഗങ്ങൾക്ക് നാശം വരുത്തിയാൽ 6 മാസം വരെ തടവും 20,000 ദിർഹം വരെ പിഴയുമാണ് ശിക്ഷ. സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്ന ജീവിവർഗങ്ങളെ ഉപദ്രവിച്ചാൽ 3 മാസം തടവും 10,000 ദിർഹം പിഴയുമാണ് ശിക്ഷ. ഷാർജ, ഫുജൈറ എമിറേറ്റുകളിൽ അനുമതിയില്ലാത്ത ഇടങ്ങളിൽ ടെന്റ് അടിക്കുകയോ മാലിന്യം നിക്ഷേപിക്കുകയോ ചെയ്താൽ 2,000 ദിർഹം പിഴയടക്കേണ്ടി വരും. മഴയ്ക്ക് സാധ്യതയുള്ള സമയങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ പോകരുതെന്നും കാലാവസ്ഥ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. മഴയുള്ള സമയത്ത് വെള്ളപ്പൊക്ക സാധ്യതയുള്ള ഇടങ്ങളിൽ യാത്ര ചെയ്താൽ വാഹനം കണ്ടുകെട്ടുകയും 2,000 ദിർഹം പിഴ ഈടാക്കുകയും ചെയ്യും. ഇത്തരം പ്രദേശങ്ങളിൽ ഒത്തുകൂടുന്നതും നിരോധിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ദുബായ്. ദുബായിലെ റോഡുകളിൽ അതിവേഗ ലൈനുകളിൽ ഡെലിവറി ബൈക്കുകൾ നിരോധിക്കുന്നു. നിയമം നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ദുബായ് പോലീസും സംയുക്തമായാണ് ഇക്കാര്യം അറിയിച്ചത്. നവംബർ 1 മുതൽ ദുബായിലെ 5 അതിൽ കൂടുതലോ ലൈനുകളുള്ള റോഡുകളിൽ ആദ്യ 2 സ്പീഡ് ലൈനുകളിൽ ഡെലിവറി ബൈക്കുകൾ ഓടിക്കാൻ അനുമതി ഉണ്ടാവില്ല. 3-4 ലൈനുകളുള്ള റോഡുകളിൽ ഇടതുവശത്തെ അതിവേഗ ലൈനിൽ ഡെലിവറി ബൈക്കുകൾ ഓടിക്കാൻ പാടില്ലെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. നിയമം ലംഘിച്ചാൽ ആദ്യ തവണ 400 ദിർഹവും ആവർത്തിച്ചാൽ 700 ദിർഹവുമാണ് പിഴ. 3-ാം തവണയും നിയമലംഘനം നടത്തിയാൽ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യും. 2 അതിൽ കുറവോ ലൈനുകളിലുള്ള പാതകളിൽ നിയന്ത്രണം ഉണ്ടാവില്ല.
ഡെലിവറി ബൈക്ക് റൈഡർമാരുടെയും മറ്റു വാഹനയാത്രക്കാരുടെയും സുരക്ഷ കണക്കിലെടുത്താണ് ഈ തീരുമാനമെന്ന് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ വർഷം 70,166 നിയമലംഘനങ്ങളാണ് ഡെലിവറി മോട്ടോർ ബൈക്കുകൾ ഓടിക്കുന്നവരിൽ നിന്നും ഉണ്ടായത്. ഈ വർഷം ആദ്യ 9 മാസങ്ങളിൽ ഇത് 78,386 വർദ്ധിച്ചുവെന്നും ദുബായ് പോലീസ് അറിയിച്ചു. ഈ സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. നിയമം പാലിച്ച് അപകടങ്ങളില്ലാതെ സർവീസ് നടത്തുന്ന ഡെലിവറി സ്ഥാപനങ്ങളെ ഡെലിവറി സെക്ടർ എക്സലൻസ് അവാർഡ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആദരിക്കുമെന്നും ദുബായ് RTIയും ദുബായ് പോലീസും അറിയിച്ചു. അമൃത ന്യൂസ്, ദുബായ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളും ദൃശ്യങ്ങളും പുറത്ത്. ശബരിമല ശ്രീകോവിലിന്റെ സ്വർണം പൂശിയ പുതിയ വാതിൽ ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ചു. സ്വർണം കവരാനുള്ള ഗൂഢാലോചനയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതരടക്കം 15ഓളം പേരുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയതായാണ് വിവരം. ശബരിമല ശ്രീകോവിലിന്റെ സ്വർണം പൂശിയ പുതിയ വാതിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ചത്. ഈ ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തുവന്നത്. ബംഗളൂരുവിലെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിലാണ് വാതിൽ പ്രദർശിപ്പിച്ച് പൂജ നടത്തിയത്. പോറ്റിയും സഹായി രമേശ് റാവുവും ചേർന്നാണ് സ്വർണം പൂശിയ വാതിൽ ബംഗളൂരുവിലെത്തിച്ചത്. വാതിലിന്റെ മരപ്പടികളെല്ലാം നടന്നത് ബംഗളൂരുവിലെ ശ്രീരാംപുര ക്ഷേത്രത്തിലായിരുന്നു. ഇതിനുശേഷം സ്വർണം പൂശാനായി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയി. ഇതിനു പിന്നാലെയാണ് നടൻ ജയറാമിന്റെ വീട്ടിലടക്കം വാതിൽ കൊണ്ടുപോയി പൂജ നടത്തിയത്. തുടർന്ന് ബംഗളൂരുവിലെത്തിച്ച് ശ്രീരാംപുര ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ച് പൂജ നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ശ്രീകോവിലിന്റെ വാതിൽ പലയിടങ്ങളിലായി പ്രദർശിപ്പിച്ച് പൂജ നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപകമായ പണപ്പിരിവ് നടത്തിയെന്നാണ് സംശയം. സ്വർണം കവരാനുള്ള ഗൂഢാലോചനയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതരടക്കം 15ഓളം പേർക്ക് പങ്കുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തോട് ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയെന്നാണ് വിവരം. കേരളത്തിനകത്തും പുറത്തും ഗൂഢാലോചന നടന്നു. ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളപ്പാളികളിലെയും സ്വർണത്തിൽ നിന്ന് തനിക്ക് ലാഭമൊന്നും കിട്ടിയിട്ടില്ലെന്നും പോറ്റി പറഞ്ഞിരുന്നു. തന്നെ മറയാക്കി പലരും സ്വർണം തട്ടിയെടുത്തുവെന്നാണ് പോറ്റിയുടെ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയ പേരുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. പോറ്റിയുടെയും സഹോദരിയുടെയും വീടുകളിലും സഹായി വാസുദേവന്റെ വീട്ടിലും ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ്, ശബരിമല എന്നിവിടങ്ങളിലും പോറ്റിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. പ്രത്യേക അന്വേഷണ സംഘം പോറ്റിയുടെ പുളിമാത്തുള്ള കുടുംബ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ശബരിമല സ്പോൺസർഷിപ്പുകൾ സംബന്ധിച്ച ചില രേഖകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ഭൂമി ഇടപാടിന്റെ രേഖകളടക്കം കണ്ടെടുത്തതായും സൂചനയുണ്ട്. നേരത്തെ പോറ്റി ദേവസ്വം വിജിലൻസിനോട് പറഞ്ഞ കാര്യങ്ങൾ തട്ടിപ്പിന് കൂട്ടുനിന്നവരുടെ നിർദ്ദേശമനുസരിച്ച് പറഞ്ഞതായിരുന്നുവെന്നും വ്യക്തമായി. ചെമ്പുപാളിയിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യ സംബന്ധിച്ചുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ മൊഴിയിലും വൈരുദ്ധ്യമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി BJP. സെക്രട്ടേറിയറ്റ് വളഞ്ഞ് രാപ്പകൽ സമരം നടത്തും. 24 വൈകിട്ട് ആരംഭിച്ച് 25 ഉച്ചവരെ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. സംസ്ഥാന തലത്തിൽ നിന്നും പാർട്ടി പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് എത്തും. ശബരിമല സമരം കോൺഗ്രസ് ഹൈജാക്ക് ചെയ്തെന്ന BJP സംസ്ഥാന നേതൃത്വത്തിന്റെ വിമർശനത്തിന് പിന്നാലെയാണ് സമരം കടുപ്പിക്കാനുള്ള തീരുമാനം. ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധമുള്ളവർ എത്ര ഉന്നതരായാലും ശിക്ഷിക്കപ്പെടുമെന്ന് മന്ത്രി P. രാജീവ്. സ്വന്തം കേന്ദ്ര നേതൃത്വം വിമർശിക്കുന്ന CBIയെ കൊണ്ട് സ്വർണ്ണമോഷണ കേസ് അന്വേഷിപ്പിക്കണമെന്ന കോൺഗ്രസിന്റെ ആവശ്യത്തിൽ വൈരുദ്ധ്യമുണ്ട്. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലെ നിക്ഷേപ വാഗ്ദാനങ്ങളിൽ 24% നിർമ്മാണ ഘട്ടത്തിലെത്തിയെന്നും മന്ത്രി പറഞ്ഞു. ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അന്വേഷണ സംഘമാണല്ലോ അവിടെ അന്വേഷണം നടത്തുന്നത്. അതിനേക്കാൾ വിശ്വാസ്യതയുള്ളതാണ് CBI എന്നാണ് കോൺഗ്രസ് പറയുന്നത്. എന്തായാലും ആര് തെറ്റ് ചെയ്താലും അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ശരിയായ രൂപത്തിൽ അന്വേഷണം പോകും. എത്ര ഉന്നതരായ ആളുകൾ അതിനകത്ത് പെട്ട് കഴിഞ്ഞാലും അവരെല്ലാം ശരിയായ രൂപത്തിൽ ശിക്ഷ ലഭിക്കുന്നതിന് ആവശ്യമായ നിലയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീ പദ്ധതിയിൽ ചേരാൻ കേരളം. പദ്ധതിയിൽ ഒപ്പിടാനുള്ള തീരുമാനം സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചു. CPIയുടെ എതിർപ്പ് തള്ളിയാണ് സർക്കാർ തീരുമാനം. ഫണ്ട് വാങ്ങിയാലും കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പിലാക്കില്ലെന്ന് മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. CPIയുടെ എതിർപ്പിനെ തുടർന്ന് നേരത്തെ പലതവണ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോയിരുന്നു. സമഗ്ര ശിക്ഷാ കേരളം പദ്ധതിക്കുള്ള 1500 കോടി രൂപ 2 വർഷമായി കേന്ദ്ര സർക്കാർ തടഞ്ഞുവച്ചിരിക്കുകയാണ്. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് വഴി ഈ തുക നേടിയെടുക്കാനാണ് സർക്കാർ ശ്രമം. കേന്ദ്ര സർക്കാർ ഫണ്ട് എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നും വെറുതെ 1466 കോടി രൂപ കളയണ്ടല്ലോ എന്നും മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രിയുമായി അടുത്തയാഴ്ച കൂടിക്കാഴ്ച നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണെങ്കിലും അത് രാജ്യത്തെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്.
എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ് ഫണ്ട് എങ്ങനെ വെട്ടിക്കുറയ്ക്കാമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അപകടത്തിൽ ചെന്നപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് 1466 കോടി രൂപയാണ് കിട്ടാനുള്ളത് കുടിശ്ശികയടക്കം. PM ശ്രീയിൽ ഒപ്പിടാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ CPI ഇപ്പോഴും ശക്തമായി നിലകൊള്ളുകയാണ്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാൽ കേന്ദ്ര വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് നടപ്പാക്കേണ്ടി വരുമെന്നും പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകൾക്ക് മുന്നിൽ PM ശ്രീ സ്കൂൾ എന്ന ബോർഡ് വയ്ക്കേണ്ടി വരുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ആദ്യഘട്ടത്തിൽ സർക്കാർ ഇതിനെ എതിർത്തത്. എന്നാൽ പദ്ധതിയിൽ ഒപ്പിട്ടാലും സിലബസിൽ നിന്ന് ചരിത്ര വസ്തുതകൾ ഒഴിവാക്കുന്നതടക്കം കേരളം അംഗീകരിക്കാത്ത ഒരു കാര്യവും നടപ്പിലാക്കില്ല എന്ന നിലപാടിലാണ് സർക്കാരുള്ളത്. 2022 രാജ്യത്തെ 14,500 സ്കൂളുകളുടെ നവീകരണം ലക്ഷ്യമിട്ടുള്ള പദ്ധതി എന്ന നിലയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി PM ശ്രീ പദ്ധതി പ്രഖ്യാപിച്ചത്. പദ്ധതിയിൽ ചേരാതിരുന്ന കേരളം, തമിഴ്നാട്, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്ക് നൽകാനുള്ള സമഗ്ര ശിക്ഷാ പദ്ധതി ഫണ്ട് തരില്ലെന്നാണ് കേന്ദ്ര സർക്കാർ ഇതിന് മറുപടി നൽകിയത്. കരാർ ഒപ്പിടുന്നത് സംബന്ധിച്ച് അവ്യക്തതകൾ നിലനിൽക്കുന്നുവെന്നായിരുന്നു നേരത്തെ സർക്കാർ എടുത്ത നിലപാട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. PM ശ്രീ പദ്ധതി വിഷയത്തിൽ സർക്കാരിന് നേരത്തെയുള്ള അഭിപ്രായം തന്നെയാണ് ഇപ്പോഴുമുള്ളതെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. പുതിയ സാഹചര്യം ഉണ്ടായതായി അറിയില്ല. കേന്ദ്രം കേരളത്തെ ആക്രമിക്കുന്ന സാഹചര്യം തുടരുന്നുണ്ട്. ഇത് ഏത് കാലത്തും തുടരുന്ന കാര്യമാണെന്നും മന്ത്രി K. രാജൻ തൃശൂരിൽ പറഞ്ഞു. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കനത്ത മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഇടുക്കിയടക്കം 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജാഗ്രതാ മുന്നറിയിപ്പുമുണ്ട്. അതേസമയം ഇടുക്കിയിൽ പേമാരി പെയ്ത്തിൽ 1 മരണം. കനത്ത മഴയിൽ റോഡിലേക്ക് പതിച്ച മൺകൂനയിൽ ഇടിച്ചു കയറി ബൈക്ക് യാത്രികൻ മരിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നു മുതൽ 23 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. നാളെയും 23-ാം തീയതിയും ഇടുക്കി, എറണാകുളം ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നൽകിയിട്ടുള്ളത്. മലയോര മേഖലയിൽ അതിശക്തമായ മഴ തുടരുന്നതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ, നദിക്കരകൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ 23 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തുന്നവർ 21-ാം തീയതി രാവിലെയോടെ തീരത്തേക്ക് മടങ്ങണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. മണിക്കൂറിൽ 45 കിലോമീറ്റർ വരെയും ചിലപ്പോൾ 55 കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. അതേസമയം ഇടുക്കിയിൽ ദുരിതം വിതച്ച പേമാരിയിൽ 1 മരണം സംഭവിച്ചു. വെള്ളാരംകുന്നിൽ കനത്ത മഴയിൽ റോഡിലേക്ക് പതിച്ച മണൽക്കൂനയിൽ ഇടിച്ചുകയറി ബൈക്ക് യാത്രികനാണ് മരിച്ചത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ 13 ഷട്ടറുകൾ ഉയർത്തി 10,000 ഘനയടി വെള്ളം പെരിയാർ നദിയിലേക്ക് ഒഴുക്കി. ഇതോടെ 20ഓളം വീടുകളിൽ വെള്ളം കയറി. രാവിലെ 9 മണി മുതലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ഷട്ടറുകൾ 1.5 മീറ്റർ വീതം ഉയർത്തി സെക്കൻഡിൽ 10,000 ഘനയടി വെള്ളം പെരിയാർ നദിയിലേക്ക് ഒഴുക്കി തുടങ്ങിയത്. ഇതോടെ വള്ളക്കടവ്, കറുപ്പുപാലം, കടശിക്കാട്, ആറ്റോരം, മഞ്ചുമല എന്നിവിടങ്ങളിലൊക്കെ വികാസ് നഗർ, അയ്യപ്പൻ കോവിൽ ഭാഗത്തൊക്കെ വീടുകളിൽ വെള്ളം കയറി. 20ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. എന്നാൽ നാശനഷ്ടങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല. മഴവെള്ളം ഒഴുകിപ്പോകാതെ തടസ്സപ്പെടുന്നത് മൂലം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് രൂപപ്പെടുന്ന വെള്ളക്കെട്ട് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കി. റെയിൽവേ സ്റ്റേഷൻ നവീകരണം, മുല്ലശ്ശേരി കനാലിലെ തടസ്സവുമാണ് വെള്ളം ഒഴുകിപ്പോകാതിരിക്കാൻ കാരണമെന്ന് പറയുന്നു. യാത്രക്കാർ ബുദ്ധിമുട്ടിലായിട്ടും റെയിൽവേ അധികൃതർ നടപടികൾ സ്വീകരിച്ചില്ല എന്ന പരാതിയുമുണ്ട്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ് വെള്ളത്തിലായതോടെ കാൽനട യാത്രക്കാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടക്കാൻ ഏറെ ബുദ്ധിമുട്ടി. മഴ മാറി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വെള്ളക്കെട്ട് മാറിയില്ല. യാത്രക്കാരുടെ ബുദ്ധിമുട്ട് കണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ചേർന്ന് കാന വൃത്തിയാക്കിയതോടെയാണ് വെള്ളം ഒഴുകിപ്പോകാൻ തുടങ്ങിയത്. ഞങ്ങളുടെ സഹപ്രവർത്തകർ ആരെങ്കിലും കുത്തിവിട്ടാലേ ഈ വെള്ളം
വലിഞ്ഞു പോവുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഇത്രയും വെള്ളം കെട്ടിയതും കുത്തിവിടും ഇപ്പോൾ വെള്ളം വലിയുകയും ചെയ്തു. ഇതിനകത്ത് യാത്രക്കാർ വന്ന് വീണ് കഴിഞ്ഞാൽ അപകടം ഉണ്ടായി. ഒരാളും ഇത്രയും നേരമായിട്ട് ഒരു സാമൂഹ്യപ്രവർത്തകരോ അല്ലെങ്കിൽ ഇവിടുത്തെ കൗൺസിലർമാരോ ആരും തന്നെ ഒരാളും ഇവിടെ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരും എത്തിയിട്ടില്ല. പിന്നെ നമ്മൾ ചെയ്യണത് നമ്മളൊരു സാമൂഹ്യപ്രവർത്തകരാണ്, ഒരു പൊതുപ്രവർത്തകരാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് ചെയ്തു, ഞങ്ങളുടെ ഡ്യൂട്ടി. കുറഞ്ഞ സമയത്തിനുള്ളിൽ കനത്ത മഴ പെയ്തതാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്ന് കൊച്ചി മേയർ എം അനിൽകുമാർ പറഞ്ഞു. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ മുതൽ പനമ്പള്ളി നാർ വരെ ഇതാണ് ഒരു സ്ട്രെച്ച് നമ്മുടെ സിറ്റിയുടെ. ഇനി അവിടെ പെയ്ത വെള്ളം മഴ മറ്റ് ഭാഗങ്ങളിൽ പെയ്തതിനേക്കാൾ കൂടുതലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു സ്ട്രെച്ച് ഏരിയയിൽ ഇപ്പോൾ അതാണല്ലോ ഈ മിനി ക്ലൗഡ് ബേഴ്സ് എന്ന് പറയുന്നത്. ഒരു ചെറിയ സ്ട്രെച്ചിൽ കൂടുതൽ മഴ പെയ്തിട്ടുണ്ടോ ഒന്ന്. രണ്ട്, ഈ മുല്ലപ്പെരിയാറൊക്കെ തുറന്നതിൻ്റെ ഭാഗമായി പുഴയിൽ വെള്ളം കൂടിയിട്ട് വലിവിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട. പിന്നെ എന്നെ സംബന്ധിച്ച് നമ്മൾക്ക് ഈ കാര്യങ്ങളിലെല്ലാം ഇടപെടാവുന്ന സമയപരിമിതിയും കുറയുന്നുണ്ട്. കാരണം നമ്മളിതുവരെ ചെയ്തതെന്ന് വെച്ചാൽ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ വലിയ കോർഡിനേഷനോടുകൂടിയാണ് ആക്ട് ചെയ്തേക്കുന്നത്. പമ്പുകൾ വന്ന് ഇടപെടും, കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ആ സംവിധാനങ്ങളൊക്കെ ഇപ്പോഴും അതേപോലെ ഉണ്ട്. സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മൂലമുള്ള ബുദ്ധിമുട്ടിനൊപ്പം വെള്ളക്കെട്ടും കൂടിയായതോടെ യാത്രക്കാർ ഇരട്ടി ദുരിതത്തിലായി. അമൃത ന്യൂസ്, കൊച്ചി. ഉപയോക്താക്കൾക്ക് സർവീസ് ഫീസുകൾ തവണകളായി അടയ്ക്കാനുള്ള സൗകര്യമൊരുക്കി UAE ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി. സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി, ദി അതോറിറ്റി ആൻഡ് യുവർ സർവീസ് എന്ന പേരിലാണ് പുതിയ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ദുബായിൽ നടന്ന ജൈടെക്സ് ഗ്ലോബൽ പ്രദർശനവേദിയിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം. 500 ദിർഹത്തിൽ കൂടുതലുള്ള സർവീസ് ചാർജുകൾ ബാങ്ക് ക്രെഡിറ്റ് കാർഡുകൾ വഴി തവണകളായി അടയ്ക്കാനുള്ള സൗകര്യം ഇതുവഴി ഉപയോക്താക്കൾക്ക് ലഭിക്കും. UAEയുടെ സാമൂഹിക വാർഷികാചരണത്തിന്റെ കൂടി ഭാഗമായാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ രാജ്യത്തെ 10 ബാങ്കുകൾ ഈ സംവിധാനവുമായി സഹകരിക്കും. ബേണിംഗ് ഈവിൾ ഡോൾസ് എന്ന പേരിലുള്ള പുതിയ സമൂഹ മാധ്യമ ട്രെൻഡിനെതിരെ മാതാപിതാക്കൾക്ക് നിർദ്ദേശവുമായി ദുബായ് പോലീസ്. കുട്ടികളുടെ സമൂഹ മാധ്യമ ഇടപെടലുകൾ നിരീക്ഷിക്കണമെന്നും അപകട സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നിന്നും കുട്ടികളെ വിലക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സമൂഹ മാധ്യമ വീഡിയോകൾ കണ്ട് അത് അനുകരിക്കാൻ ശ്രമിക്കുന്നത് ഗുരുതര അപകടങ്ങൾക്കും തീപിടുത്തത്തിനും സാധ്യതയുണ്ടെന്നാണ് പോലീസ് ഓർമ്മിപ്പിക്കുന്നത്. ഇത്തരം വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിലോ ഗ്രൂപ്പുകളിലോ പങ്കുവെക്കുന്നതും പോസ്റ്റ് ചെയ്യുന്നതും നിയമവിരുദ്ധമാണെന്നും ദുബായ് പോലീസ് അറിയിച്ചു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദീപാവലി ആശംസകൾ നേർന്നു. ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച പോസ്റ്റിൽ UAEയിലും ലോകമെമ്പാടും ദീപാവലി ആഘോഷിക്കുന്നവർക്ക് അദ്ദേഹം ആശംസകൾ പങ്കുവച്ചു. കുവൈറ്റിൽ വ്യക്തിഗത ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ബാങ്ക് കസ്റ്റമർ പ്രൊട്ടക്ഷൻ ഗൈഡ് എന്ന പേരിൽ സെൻട്രൽ ബാങ്ക് പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ബാങ്കിംഗ് സേവനങ്ങളുടെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് നടപടി. ഇതിനു പുറമെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും സാമ്പത്തിക ബാങ്കിംഗ് സേവനങ്ങളിൽ നിന്ന് പ്രയോജനം ലഭിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കുന്നതിനും നടപടി ലക്ഷ്യമിടുന്നു. ഉപഭോക്തൃ പരാതികളുമായി ബന്ധപ്പെട്ട നടപടികൾ 5 പ്രവൃത്തി ദിവസങ്ങൾക്കകം സ്വീകരിക്കണമെന്നതാണ് ഇതിൽ പ്രധാനം. നിലവിൽ ഇത് 15 പ്രവൃത്തി ദിവസമാണ്. ഉപഭോക്താക്കൾക്ക് ആദ്യ വർഷം സൗജന്യമായി വിസ, മാസ്റ്റർ ക്രെഡിറ്റ് കാർഡുകൾ അനുവദിക്കുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകളും പുതിയ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. സൗജന്യ കാലാവധി പൂർത്തിയായി 1 വർഷത്തിന് ശേഷം ക്രെഡിറ്റ് കാർഡുകൾ പുതുക്കുന്നതിന് ഉപഭോക്താവിന്റെ സമ്മതം നിർബന്ധമായിരിക്കും. അതേപോലെ മാസ്റ്റർ കാർഡ്, വിസ, ക്രെഡിറ്റ് കാർഡ് സേവനങ്ങൾക്ക് ഉപഭോക്താക്കളിൽ നിന്ന് ഏതെങ്കിലും ഫീസോ ചാർജുകളോ ഈടാക്കാൻ ബാങ്കുകൾ അർഹത ഉണ്ടായിരിക്കില്ലെന്നും പുതിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പുതിയ തീരുമാനം 2026 ഏപ്രിൽ അവസാനത്തോടെ നടപ്പിലാക്കുമെന്നാണ് സൂചന. പ്രവാസി ലീഗൽ സെൽ കുവൈറ്റ് ചാപ്റ്ററും ഫിറ കുവൈറ്റും സംയുക്തമായി സൗജന്യ ലീഗൽ ക്ലിനിക് സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 23 വ്യാഴാഴ്ച വൈകിട്ട് 6:30 മുതൽ അബ്ബാസിയ അൽ നഹീൽ ക്ലിനിക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുക. പ്രശസ്ത കുവൈറ്റി അഭിഭാഷകൻ ഡോക്ടർ തലാൽ താക്കിയുടെ നേതൃത്വത്തിലാണ് പരിപാടി. പരിപാടിയിൽ പങ്കെടുത്ത് വിവിധ വിഷയങ്ങളിൽ കുവൈറ്റി അഭിഭാഷകരുടെ നിയമോപദേശം തേടുവാൻ താൽപ്പര്യമുള്ളവർ 41105354 97405211 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. കുവൈറ്റിൽ പ്രമുഖ കമ്പനികളുടെ പേരിൽ വ്യാജ SMS അയച്ച് പണം തട്ടിയ 2 പേരെ ക്രിമിനൽ സുരക്ഷാ വിഭാഗം അറസ്റ്റ് ചെയ്തു. പ്രതികൾ ഒന്നിലധികം സിമ്മുകളും ഫോണുകളും കൈവശം വെച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ചോദ്യം ചെയ്യലിൽ വ്യാജ സന്ദേശങ്ങൾ അയക്കുന്ന ആപ്പ് പ്രവർത്തിക്കുന്നതിന് വിദേശത്തുള്ള വ്യക്തിയുമായി സഹകരിച്ച് സിം കാർഡുകൾ ഉപയോഗിച്ചതായി പ്രതികൾ സമ്മതിച്ചു. പ്രതികൾ ഏത് രാജ്യക്കാരാണെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല.
സൗദിയിൽ ഗാർഹിക തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന തൊഴിലുടമകൾക്ക് 20,000 റിയാൽ വരെ പിഴയും 3 വർഷത്തേക്ക് റിക്രൂട്ട്മെന്റ് വിലക്കും നടപ്പിലാക്കാവുന്ന നിയമങ്ങളും ചട്ടങ്ങളും അംഗീകരിച്ചതായി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. നിയമലംഘനം നടത്തുന്ന ചില സന്ദർഭങ്ങളിൽ റിക്രൂട്ട്മെന്റ് വിലക്ക് ആജീവനാന്തമാക്കി ദീർഘിപ്പിക്കും. ആവർത്തിച്ചുള്ള നിയമലംഘനങ്ങൾക്ക് പിഴ ഇരട്ടിയാക്കും. നിയമം ലംഘിക്കുന്ന ഗാർഹിക തൊഴിലാളിക്ക് 2,000 റിയാൽ വരെ പിഴയോ സൗദിയിൽ ജോലി ചെയ്യുന്നതിൽ നിന്ന് സ്ഥിരമായ വിലക്കോ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ചെലവുകളും അവർ സ്വയം വഹിക്കേണ്ടി വരും. CPM-ലെ സുധാകരൻ പ്രതിസന്ധി അവസാനിക്കുന്നില്ല. നേതൃത്വത്തിന്റെ അനുനയ നീക്കത്തിൽ വഴങ്ങാതെ സുധാകരൻ. VS-ന്റെ പേരിൽ KSKTU സംഘടിപ്പിച്ച അവാർഡ് വിതരണ ചടങ്ങിൽ സുധാകരൻ പങ്കെടുത്തില്ല. CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, ജില്ലാ സെക്രട്ടറി R നാസർ ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരിട്ടെത്തിയായിരുന്നു VS-ന്റെ പേരിൽ സംഘടിപ്പിച്ച പുരസ്കാര വിതരണ ചടങ്ങിലേക്ക് സുധാകരനെ ക്ഷണിച്ചത്. സൈബറിടത്തിൽ സുധാകരനെതിരെ പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പു നൽകിയ നേതാക്കൾ പാർട്ടി നേതൃത്വത്തിനെതിരെ സുധാകരൻ നടത്തുന്ന തുറന്ന വിമർശനങ്ങൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മടങ്ങിയത്. പാർട്ടി പൊതുപരിപാടികളിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്ന സുധാകരനെ പൊതുവേദികളിൽ പങ്കെടുപ്പിച്ച് അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു കൂടിക്കാഴ്ച. എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞ സുധാകരൻ പിന്നീട് നിലപാട് മാറ്റുകയായിരുന്നു. പരിപാടിയുടെ നോട്ടീസ് പോലും നൽകാതെയാണ് നേതാക്കൾ തന്നെ ക്ഷണിച്ചതെന്നും പരിപാടിയും അവർ നടത്തിക്കോളുമെന്ന നിലപാടായിരുന്നു സുധാകരന്റേത്. അതേസമയം യോഗത്തിൽ സംസാരിക്കവേ സുധാകരനെതിരെ ഒളിയമ്പുമായി CPM ജനറൽ സെക്രട്ടറി MA ബേബി രംഗത്തെത്തി. പ്രായപരിധിയുടെ പേരിൽ ഒഴിവാക്കപ്പെട്ടവർ പാർട്ടിയിൽ നിന്ന് പോവുകയല്ല, നേതൃത്വത്തിൽ നിന്ന് ഒഴിയുന്നു എന്നേ ഉള്ളൂ എന്ന് MA ബേബി പറഞ്ഞു. പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ സഖാക്കൾ ചില ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിവായി. എന്നാൽ അവർ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുകയല്ല, പാർട്ടി തുടർന്നും പ്രവർത്തിക്കും. പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ് പ്രായപരിധി നടപ്പിലാക്കിയത്. ഒഴിഞ്ഞവർ പാർട്ടി പ്രവർത്തനങ്ങളിൽ തുടരണമെന്നും അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മുതിർന്ന നേതാവ് S രാമചന്ദ്രൻ പിള്ളയെന്നും CPM ജനറൽ സെക്രട്ടറി കൂട്ടിച്ചേർത്തു. എന്നാൽ സുധാകരൻ എന്റെ നേതാവ് എന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. സുധാകരൻ പാർട്ടിയുടെ ഭാഗമാണ്. സുധാകരനെ താൻ ഉപദേശിച്ചിട്ടില്ല, അതിന് താൻ ആളല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ സംസാരിച്ച് തീർത്തോളാമെന്നും സജി ചെറിയാൻ പറഞ്ഞു. മുമ്പ് സുധാകരൻ പാർട്ടിയോട് ചേർന്ന് പോകണം എന്ന സജി ചെറിയാന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് തുറന്ന വിമർശനവുമായി G സുധാകരൻ രംഗത്തെത്തിയത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അനുനയ നീക്കത്തിൽ വഴങ്ങാതിരുന്ന സുധാകരനെ അസ്വാരസ്യങ്ങൾ ഒഴിവാക്കി പാർട്ടി വഴിയിലേക്ക് എത്തിക്കാൻ ഇനി പുതിയ മാർഗങ്ങൾ തേടേണ്ടി വരും CPM നേതൃത്വത്തിന്. അമൃത ന്യൂസ്, ആലപ്പുഴ. അട്ടപ്പാടി മുള്ളിയൂരിലെ വിദ്യാർത്ഥികൾ അമൃത TVയുടെ കൊച്ചി സ്റ്റുഡിയോ സന്ദർശിച്ചു. ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യുന്ന പരിപാടികൾ ഷൂട്ട് ചെയ്യുന്നത് ഏറെ കൗതുകത്തോടെയാണ് കുട്ടികൾ കണ്ടത്. 1 മണിക്കൂറോളം ഇവർ സ്റ്റുഡിയോയിൽ സമയം ചെലവഴിച്ചു. 3 ദിവസം നീണ്ടുനിൽക്കുന്ന വിനോദയാത്രയുടെ ഭാഗമായാണ് 28 കുട്ടികളും 7 അധ്യാപകരും കൊച്ചിയിലെത്തിയത്. അട്ടപ്പാടി ആദിവാസി മേഖലയിലെ മുള്ളിയൂരിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് അമൃത TV കൊച്ചി സ്റ്റുഡിയോയിലെത്തിയത്. അപ്പം മുള്ളി എന്ന് പറയുന്നത് ബോർഡർ പോസ്റ്റാണ്, നീലഗിരി റേഞ്ചാണ്. അതുകൊണ്ട് ഇവരുടെ മനസ്സിൽ മലയാള നടീനടന്മാരോ ആളുകളോ ആയിരിക്കില്ല. വിജയും സൂര്യൻ പോലുള്ള ആളുകളായിരിക്കും അവർക്ക് ഉണ്ടാവുക. രജനീകാന്തൊക്കെയാണ് അവരുടെ ഒരു ഇതായിട്ട് വരിക. തീർച്ചയായിട്ടും അവർ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം പറഞ്ഞല്ലോ, ഇതെല്ലാം അവർക്ക് പുതിയതാണ്. ലാലേട്ടൻ എപ്പോഴും പറയാറുണ്ട് അമേസിങ് എന്ന് പറയാറുണ്ട്. ആ അമേസിങ് എന്ന് പറയുന്ന ഒരു ഭാവം നമ്മുടെ മക്കൾക്ക് ഇത് കാണുമ്പോൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അതിന് എന്ത് പറഞ്ഞാലും അമൃത TVയോട് നമ്മൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. കാരണം ഒരിക്കലും ഇത് മറക്കില്ല അവർ. ഇതിൽ ബഹുഭൂരിപക്ഷം പേരും, ഒരു 3-4 പേരൊഴികെ എല്ലാവരും ആദ്യമായാണ് അട്ടപ്പാടിയിൽ നിന്ന് ചുരം കടന്ന് മണ്ണാർക്കാട് വരെയെങ്കിലും എത്തുന്നത്. അപ്പം നമ്മൾ പൊതു സഹായത്തോടു കൂടിയാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്ക് അനുഭവ പരിചയം വളരെ കുറവാണ്. അപ്പോൾ പരമാവധി കാര്യങ്ങളെ അവർക്ക് കാണിച്ചു കൊടുക്കുക, പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. 3-4 ക്ലാസ്സുകളിലെ 28 കുട്ടികളും 7 അധ്യാപകരും സംഘത്തിലുണ്ടായിരുന്നു. ലഘുഭക്ഷണത്തിന് ശേഷം ആദ്യം പോയത് മേക്കപ്പ് റൂം കാണാനായിരുന്നു. ശേഷം പരിപാടികൾ ഷൂട്ട് ചെയ്യുന്നത് കാണാൻ ഫ്ലോറിലേക്ക്. സൂപ്പർ സ്റ്റാർ പരിപാടിയുടെ ഷൂട്ടിംഗ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. വലിയ ക്യാമറകളും ലൈറ്റിങ്ങും എല്ലാം കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. കുറച്ചുനേരം ഷൂട്ടിംഗ് കണ്ട ശേഷം നേരെ PCR-ലേക്ക്. ടെലിവിഷന്റെ സാങ്കേതിക വശങ്ങളും അല്പം പരിചയപ്പെട്ടു. മോളിൽ പാട്ട് കണ്ടു, പിന്നെ ഡാൻസ്, പിന്നെ ഷൂട്ടിംഗ് സൂപ്പറായിരുന്നു, ആക്ടിങ് സൂപ്പറായിരുന്നു, പിന്നെ മേക്കപ്പ് സെറ്റൊക്കെ കാണിച്ചു തന്നു. അമൃത TVയുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന് തൊട്ടു മുൻപ് ബോട്ട് സവാരിക്ക് കുട്ടികൾ പോയിരുന്നു. യാത്രയുടെ അനുഭവങ്ങളും ചിലർ പങ്കുവച്ചു. കൊച്ചിയിൽ വന്നിട്ട് ബോട്ടിൽ പോയി, ട്രെയിനിൽ കയറി. ഇനി ഞങ്ങൾ നാളെ കടലിൽ പോവും, മെട്രോ ട്രെയിനിൽ പോവും, വിമാനത്താവളത്തിൽ പോവും. ഒരു പാട്ടുകൂടി പാടി തന്നിട്ടാണ് കുഞ്ഞുങ്ങൾ അമൃത TV സ്റ്റുഡിയോയിൽ നിന്ന് മടങ്ങിയത്.
ലാ ലാ ലേ ലാ ലേ ലാ ലേ ലാ ലേ ലാ ലേ ലാ ലേ 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 ലേ. അമൃത ന്യൂസ്, കൊച്ചി. പെർത്ത് ഏകദിനത്തിൽ ഇന്ത്യക്ക് തോൽവി. ഓസ്ട്രേലിയയുടെ ജയം 7 വിക്കറ്റിന്. ഓസ്ട്രേലിയൻ പേസ് ബൌളിംഗിന് മുന്നിൽ ഇന്ത്യ തകർന്നടിയുകയായിരുന്നു. മഴ പലവട്ടം കളി തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് മത്സരം 26 ഓവറായി ചുരുക്കി. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ 136 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് മഴ നിയമത്തിൽ 131 റൺസാണ് വേണ്ടിയിരുന്നത്. 21.1 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ഓസ്ട്രേലിയ ലക്ഷ്യത്തിലെത്തി. മിച്ചൽ മാർഷ് 46 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഓസ്ട്രേലിയ 1-0 മുന്നിലാണ്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് കാണുക. നമസ്കാരം.